ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറബിക് സ്നാക്കാണ്. മുർത്തബക് എന്നാണ് ഇതിന്റെ പേര്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന്റെ ചേരുവകളും: ചിക്കൻ എല്ലില്ലാതെ പൊരിച്ചെടുത്താണത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് മഞ്ഞള് ഉപ്പ് എന്നിവ ചേർത്ത് പൊരിച്ചെടുത്താണ്. ഇത് നമുക്ക് ഇതിനു വേണ്ടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. 2 ചെറിയ സവാള കൊത്തി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 2 ടീസ്പൂൺ, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് 2 എണ്ണം, മല്ലിയില ചെറുതായി അരിഞ്ഞത്, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി കുറച്ച്, ഗരം മസാല പൗഡർ 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ. ഇനി നമുക്കിതിന്റെ ഡോ തയ്യാറാക്കിയെടുക്കാം. ഇതിന് ഒരു ഡോ തയ്യാറാക്കണം. അതിനുവേണ്ടി 1.5 കപ്പ് മൈദ, കുറച്ച് പാല്, ആവശ്യത്തിന് ഉപ്പ്. നമ്മുടെ ഡോ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇതിലേക്ക് വേണ്ട ഫില്ലിങ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോ ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് കൊടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതിപ്പോ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് മുർത്തബക് ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്കിനി ഓരോന്നായി പരത്തിയെടുക്കാം. ഇത് ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് വളരെ നൈസായിട്ട് പരത്തിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് ചേർത്ത് കൊടുത്ത് മടക്കിയെടുക്കാം. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കാം. പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് ഇത് ഓരോന്നായി ചുട്ടെടുക്കാം. ഇത് ഡീപ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ആണ്. ഇതിങ്ങനെ തിരിച്ചും മറിച്ചിട്ട് ചുട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഓരോന്നും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ മുർത്തബക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം. താങ്ക് യു.